ഫിനിക്സ് ഫ്രണ്ട്സ് ഈ ടൈമിലോട്ട് ഏവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിന്റെ ഇന്നത്തെ മത്സരം സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരമായിരുന്നു. ഒന്നും പറയാനാ, ത്രില്ല് എന്ന് പറഞ്ഞാൽ ത്രില്ലോട് ത്രില്ല്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്തപ്പോഴും ത്രില്ല്. 2 സൂപ്പർ ഓവറാണ്, 1 സൂപ്പർ ഓവറല്ല 2 സൂപ്പർ ഓവറും, അതും ത്രില്ലോട് ത്രില്ല്. കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസാണ് എടുത്തത്. അവർക്ക് വേണ്ടി ഡീകോക്ക് 41 ബോളിൽ 51, റിയാൻ 28 ബോളിൽ 61 റൺസുമാണ് മെയിനായിട്ട് സ്കോർ ചെയ്ത്. റിയാൻ 4 സിക്സും 5 ഫോറും, അതുപോലെ ഡീകോക്ക് 3 സിക്സും 5 ഫോറും എന്നിങ്ങനെയാണ്. ബാക്കിയുള്ള മില്ലർ 20 അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് വലിയ സ്കോർ ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല. നമ്മുടെ ഫറൂഖി 4 ഓവർ 32-ന് 1, അബ്ദുള്ള 4 ഓവർ 31-ന് 1, നമ്മുടെ റാഷിദ് ഖാൻ 4 ഓവർ 28-ന് 2 എന്നിങ്ങനെയായിരുന്നു. അങ്ങനെ 20 ഓവറിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാന് ജയിക്കാൻ വേണ്ടത് 188 റൺസാണ്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാന് വേണ്ടി നമ്മുടെ റഹ്മത്തുള്ള 42 ബോളിൽ 84 റൺസ്. ശരിക്കും പറഞ്ഞാൽ തന്നെ കളി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ആദ്യം തന്നെ 3-4 വിക്കറ്റ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ വീണെങ്കിലും 42 ബോളിൽ 84 റൺസ്, 7 പടുകൂറ്റൻ 6, 4 ഫോറും. അവസാന ഓവറുകളിൽ അവർക്ക് ജയിക്കാൻ റാഷിദ് ഖാൻ 12 ബോളിൽ 20 റൺസ് അടിച്ചു. അതേപോലെ തന്നെ നൂർ അഹമ്മദ് 9 ബോളിൽ 15. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ബോളിൽ ഇവർക്ക് ജയിക്കാൻ 1 റണ്ണ് മതി. ആ സമയത്താണ് നമ്മളെ ഫറൂഖി ഔട്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ലാസ്റ്റ് ഓവറിലാണ്. ഇനി 2 ബോൾ പിന്നെയും ബാക്കി നിൽക്കുമ്പോഴാണ് ഫറൂഖി ഔട്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ 187 റൺസിന് ഓൾ ഔട്ടായി. അവർ സൂപ്പർ ഓവറിലോട്ട് കളി പോയി. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്തത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ 17 റൺസ് എടുത്തു. 17 റൺസ്. അപ്പം ജയിക്കാൻ നമ്മുടെ സൗത്ത് ആഫ്രിക്ക വേണ്ടത് 18 റൺസാണ്. ആ ഓവറിൽ ഫറൂഖിയാണ് ബോൾ ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ജയിച്ചു എന്നുള്ളത് വെച്ചാൽ ലാസ്റ്റ് ബോൾ 2 ബോളിൽ 6 റൺസ് ഉണ്ടെങ്കിൽ 7 റൺസ് വേണം ജയിക്കാൻ. ആ ബോൾ ഒരു ബോൾ 5-ാമത്തെ ബോൾ ഡോട്ടായി. 6-ാമത്തെ ബോളിൽ 6 അടിച്ചു. ഫസ്റ്റ് സൂപ്പർ ഓവർ അങ്ങനെ ടൈ ആയി. രണ്ടാമത് ബാറ്റ് ചെയ്തത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയാണ്. രണ്ടാമത്തെ സൂപ്പർ ഓവർ ബാറ്റ് ചെയ്ത് അവരാദ്യം ബാറ്റ് ചെയ്തിട്ട് 23 റൺസ് അടിച്ചു. നമ്മുടെ അഹമ്മദ് ആണ് ബോൾ ചെയ്തത്. 23 റൺസാണ് ആ ഓവറിൽ പറഞ്ഞത്. ഇനി ബാറ്റ് ചെയ്യേണ്ടത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ ഈ സൂപ്പർ ഓവറിൽ 6 ബോളിൽ 4 സിക്സ് അടിക്കണം, എന്നാലേ കളി ജയിക്കാൻ പറ്റുള്ളൂ. നബിയാണ് ബാറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ബോൾ വെച്ചാൽ ആദ്യത്തെ ബോൾ ബീറ്റായി, രണ്ടാമത്തെ ബോളിൽ നബി ഔട്ട് ആവുകയും ചെയ്തു. ഇനിയുള്ള 4 ബോളുണ്ട്, 4 സിക്സ് അടിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ജയിക്കും. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഈ സൂപ്പർ ഓവർ ചെയ്യുന്നത് കേശവ് മഹാരാജാണ്. നമ്മുടെ നബിയാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി ബാറ്റ് ചെയ്യുന്നത്. നബിയുടെ ഫസ്റ്റ് ബോൾ ബീറ്റായി പോയി. ഫസ്റ്റ് ബോളിൽ റൺസ് ഒന്നും ലഭിച്ചില്ല. രണ്ടാമത്തെ ബോളിൽ നബി ഔട്ടാവുകയും ചെയ്തു. കേശവ് മഹാരാജിൻ്റെ രണ്ടാമത്തെ ബോളിൽ നബി ഔട്ടായി. അപ്പോൾ ഇനിയിപ്പം വേണ്ടത് 4 ബോളിൽ 4 സിക്സ് അടിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടാമത് ബാറ്റിങ്ങിന് ഇറങ്ങിയത് റഹ്മത്തുള്ളയാണ്. നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സിലെ സൂപ്പർ സ്റ്റാർ 84 റൺസിൻ്റെ സൂപ്പർ മുഹമ്മദുള്ള ക്രീസിലോട്ട് വന്നു. ദക്ഷിണാഫ്രിക്കയുടെ 3-ാമത്തെ ബോൾ നമ്മുടെ റഹ്മത്തിൻ്റെ ഫസ്റ്റ് ബോളും 6 ആണ്. മഹാരാജിനെ 6 പാർത്തി. അങ്ങനെ വേണ്ടത് 3 ബോളിൽ 3 സിക്സ്. 4-ാമത്തെ ബോളും റഹ്മത്തുള്ള 6 ആക്കി. അപ്പോൾ പിന്നെ വേണ്ടത് 2 ബോളിൽ 12 റൺസ് ജയിക്കാൻ 5-ാമത്തെ ബോളും മുഹമ്മദുള്ള 6 അടിച്ചിരിക്കുന്നു. സൂപ്പർ കളിപ്പും ത്രില്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ബോളിൽ ജയിക്കാൻ വെറും 6 റൺസ്, ഒരു 6ഉം കൂടെ പോയാൽ കളി കയ്യിൽ. ഒരു 4 അടിച്ചാൽ കളി അടുത്ത സൂപ്പർ ഓവർ ആവും. കാരണം വെച്ചാൽ അതുകൊണ്ട് ടൈ ആവും. അപ്പോൾ 23 റൺസ് ആവും. ലാസ്റ്റ് ബോളിൽ നമ്മുടെ മുഹമ്മദുള്ള ശരിക്കും പറഞ്ഞാൽ ഔട്ടായിപ്പോയി. അടി എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ അടിയായിരുന്നു. അദ്ദേഹം ക്യാച്ച് ഔട്ടായി. അങ്ങനെ നമ്മുടെ സൗത്ത് ആഫ്രിക്ക 5 റൺസിൻ്റെ വിജയം കരസ്ഥമാക്കി. സൂപ്പർ ഓവർ എന്നൊക്കെ പറഞ്ഞാൽ ഇമാതിരി സൂപ്പർ ഓവർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. 2 സൂപ്പർ ഓവർ മാത്രമല്ല, ആദ്യത്തെ കളിയും സൂപ്പർ കളിയായിരുന്നു. സൂപ്പർ ഓവർ 2ഉം കിഡിലനായിരുന്നു. അർഹതപ്പെട്ട വിജയം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അഫ്ഗാനിസ്ഥാൻ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കളി തുടങ്ങുന്നതിന് മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു. ഈ കളി കണ്ടപ്പോഴും എനിക്ക് ഒന്നും പറയാനില്ല. അർഹതപ്പെട്ട വിജയമാണ് അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത്. സാരമില്ല, ഇനി കളി കൊണ്ട് അഫ്ഗാനിസ്ഥാനൊക്കെ കയറി വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കാര്യം ഒന്ന് പരിഗണിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.